ഡൽഹിയിലേക്ക് കർഷകർ നടത്തിയ ദില്ലി ചലോ മാർച്ചിൽ വീണ്ടും സംഘർഷം. കർഷകർക്ക് നേരെ കണ്ണീർ വാതകവും ജലപീരങ്കിയും പോലീസ് പ്രയോഗിച്ചു. 18ഓളം കർഷകർക്ക് പരിക്കേറ്റതോടെ മാർച്ച് ഇന്നത്തേക്ക് നിർത്തിവെച്ചു. ദേശീയ തലസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള കർഷകരുടെ മൂന്നാമത്തെ ശ്രമമാണ് ഇന്ന് വിഫലമായത്. 101 കർഷകരുമായി 12 മണിയോടെ പഞ്ചാബ്, ഡൽഹി, ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വീണ്ടും പോലീസ് തടയുകയായിരുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ച് കർഷകരെ പോലീസ് തടഞ്ഞു. കർഷകർ പ്രതിഷേധിച്ചതോടെ ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. സമരം ചെയ്യുന്ന 18ഓളം കർഷകർക്ക് പരിക്കേറ്റു. ഇതോടെ മാർച്ച് നിർത്തിവെക്കുകയാണെന്ന് മുതിർന്ന കർഷക നേതാവ് സർവൻ സിംഗ് പന്തേർ അറിയിച്ചു. പരിക്കേറ്റ കർഷകർക്ക് ശരിയായ ചികിത്സ നൽകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഡിസംബർ 16-ന് പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ രാജ്യവ്യാപക ട്രാക്ടർ മാർച്ചും ഡിസംബർ 18-ന് പഞ്ചാബിൽ കർഷകർ 3 മണിക്കൂർ റെയിൽ ഉപരോധിക്കുമെന്നും കർഷക നേതാക്കൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 6-നും ഡിസംബർ 8-നും ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച കർഷകരെ ഹരിയാന പോലീസ് തടയുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചതിനു ശേഷമേ മാർച്ച് നടത്താൻ കഴിയൂ എന്ന് കർഷകരെ തടഞ്ഞ അംബാല പോലീസും വ്യക്തമാക്കി. ജില്ലയിൽ 5-ഓ അതിലധികമോ ആളുകൾ ഒത്തുകൂടുന്നത് ഒഴിവാക്കാൻ അംബാല സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംബാലയിലെ 12 ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ്, SMS സേവനങ്ങൾ ഡിസംബർ 17 വരെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇതിനിടെ കർഷകർക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാവും ഗുസ്തി താരവുമായ ബജ്രംഗ് പൂനിയ ശംഭുവിലെത്തി. പാകിസ്ഥാൻ അതിർത്തി പോലെയായിരിക്കുന്നു ശംഭു അതിർത്തി. കർഷകരെ തടയുന്നില്ലെന്ന് പറയുമ്പോൾ മറുവശത്ത് കണ്ണീർ വാതകവും ബാരിക്കേഡും ഉപയോഗിക്കുന്നു. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കണം, ബജ്രംഗ് പൂനിയ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.